അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴോ വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴോ അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദോസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. ഇപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോരുന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവനെ ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇപ്പോൾ പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലില്ലേ? ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയേ. എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമാണ്, പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പോൾ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷനില്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണത്. അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? ആ സാത്താൻ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു, സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുണ്ടാക്കണ കക്ഷിയാണ്. ആരെ വിഴുങ്ങണമെന്നറിയാതെ പത്രോസ് പറയുന്നുണ്ടല്ലോ. അത് 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാളെ ആവശ്യമില്ല. അതാണ് ഈശോ പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ.
ഇപ്പം ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിൽ ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണ്. പിന്നെ ചെയ്യണ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനം കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ല, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ, ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ യുവദാസ് പോയി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി. എൻ്റെ പേര് ഡിനു. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. ഞാൻ ലാസ്റ്റ് 9 മാസമായി അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5 ഓഗസ്റ്റ് 2024 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാൽദീവ്സിൽ 2014 തൊട്ട് നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ അവിടെയുള്ള ജോലിയുടെ സ്ഥിരത നമുക്ക് ഉറപ്പുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഫാമിലി ആയിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ OET എഴുതേണ്ട ഒരു സാഹചര്യം വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. എനിക്ക് ഇംഗ്ലീഷിന് വളരെ കുറഞ്ഞ മാർക്കാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ വളരെ പുവറാണ്. 2020 ഞാൻ ഒരു പ്രാവശ്യം OET എഴുതിയെങ്കിലും എനിക്കത് കിട്ടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 2020 OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ട് കൃപാസന മാതാവിൻ്റെ സഹായത്താൽ നമുക്ക് OET പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ OET ഒന്നുകൂടി എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എഴുതുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സാഹചര്യവശാൽ 2ാമത്തെ കുഞ്ഞുണ്ടായ സമയത്തിന് ശേഷമാണ് ഈ ജോലിയുടെ ബുദ്ധിമുട്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നത്. അതിനാൽ OET എഴുതാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ മാൽദീവ്സിലായതിനാൽ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അന്നേരം ഈ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പത്രം ഇതിന് മുന്നേ വായിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് ഇതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായത്. അങ്ങനെ നിബന്ധനകളെക്കുറിച്ചും ഒക്കെ വായിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ എനിക്ക് ആഗ്രഹം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് എടുക്കണം എന്നാണ്. പക്ഷേ സാഹചര്യവശാൽ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, പേപ്പറിൽ ഉടമ്പടി എടുത്താലല്ലോ, മാതാവുമായിട്ടല്ലേ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പം എല്ലാ നിബന്ധനകളും പാലിച്ച് ഞാൻ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും OET പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ OET പഠിക്കാൻ തുടങ്ങി. എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. അന്നേരം ജസ്റ്റ് 1 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം. ഞങ്ങൾ അവിടെ മാൽദീവ്സിലായിരുന്നതിനാൽ എനിക്ക് ഫാമിലി സപ്പോർട്ടൊന്നുമില്ല. ആ സമയങ്ങളിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിനിടയ്ക്ക് എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പാടുള്ള സമയത്താണ്. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും എനിക്കതൊരു പൂർണ്ണമായ വിശ്വാസമില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും. അപ്പോൾ പലരും പറയുന്നുണ്ട് സുഗന്ധാഭിഷേകം ലഭിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ശക്തമായ മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇതെന്താ മുല്ലപ്പൂവിൻ്റെ മണം എന്നോർത്ത് ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ മൂത്ത മകളുണ്ടായിരുന്നു. അവൾ പറഞ്ഞു അവൾക്കും മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു എന്ന്. പക്ഷേ ഹസ്ബൻഡിന് മണം അനുഭവപ്പെട്ടില്ല. അത് എനിക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ അനുഭവമായി മാറി. മാതാവിന് സഞ്ചാരി മാതാവാണ്. അത് മാതാവിനിപ്പോൾ മാൽദീവ്സ് എന്നല്ല, എവിടെയാണേലും എൻ്റെ അടുത്ത് സഞ്ചരിക്ക് എത്താൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അന്നേരം അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാൽദീവ്സിൽ പള്ളിയൊന്നും ഇല്ലാത്തതിനാൽ എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ കഴിയുമായിരുന്നില്ല. എന്നാലാണ് ഓൺലൈനായിട്ട് കുർബാന എന്നും കാണാൻ തുടങ്ങി. എന്ന് പ്രാർത്ഥന ചെല്ലും. കറക്റ്റ് 2 മണിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞാൻ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതിനാൽ ഞാൻ കാശ് അയച്ചു കൊടുത്ത് വീട്ടിൽ മമ്മിയെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കാശ് കൊടുക്കുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ആളെയൊക്കെ പൈസ കൊടുത്ത് ഫുഡ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ OET എഴുതാൻ വേണ്ടി ജൂണിൽ നാട്ടിൽ വന്നു. എനിക്ക് ഉടമ്പടിയുടെ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു.
അങ്ങനെ മമ്മി എൻ്റെ വീടിൻ്റെ അയൽവാസികൾ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് ഉപ്പ് തരുമോയെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഉപ്പ് തരാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു അച്ഛൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീടുള്ള അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, അവർ മമ്മിയിൽ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞാൻ OET എക്സാമിന് വന്നപ്പം ഉപ്പും കൊണ്ടാണ് എക്സാമിന് പോയത്. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഓരോ മോഡ്യൂളിലും ഓരോ പേപ്പറിലും ഞാൻ ഉപ്പ് ചെറുതായിട്ട് തൊട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും ഉപ്പ് നമുക്ക് അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. ഒരു പൗച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിൽ ഉപ്പ് വളരെ തീരെ പൊടിയാണ് ഇട്ടത്, ആർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്കത് നോക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആ ഉപ്പിൻ്റെ സാന്നിധ്യത്തിലാണ് ഓരോ മോഡ്യൂളും എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. എനിക്ക് ആകെ 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സാമിന് കഴിഞ്ഞ് തിരിച്ചു പോയി. റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് എനിക്ക് സ്വപ്നത്തിൽ മാതാവിൻ്റെ 12 നക്ഷത്രം വെച്ച മാതാവിൻ്റെ സ്വപ്നം കണ്ടു. അതേപോലെ റിസൾട്ട് 3 Bയും 1 C ആണോ C+ ആണോ എന്ന് എനിക്ക് അറിയില്ലാതെ തന്നെ ആദ്യം തന്നെ റിസൾട്ട് വരുന്നതിന് തന്നെ ഞാനത് സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ C+ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 3 Bയും 1 C ആണ് ഉണ്ടായത്. ആ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഞാൻ നോക്കുമ്പോൾ C വെച്ച് റൈറ്റിങ്ങിനാണ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുക എന്ന് എന്നെ പഠിപ്പിച്ച ട്യൂട്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ റീവാലുവേഷൻ കൊടുത്തു. സാധാരണ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ മിനിമം 1.5 മാസമെങ്കിലും എടുക്കും. അങ്ങനെയുള്ള സമയത്ത് 9 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. റിസൾട്ട് ഞാൻ തുറക്കുന്നതിന് മുന്നേ പോലും മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ മുന്നിൽ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ഉപ്പ് വെച്ച് ഫോണിൽ വരച്ചിട്ടാണ് ഞാൻ റിസൾട്ട് തുറന്നത്. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ അങ്ങനെ OETക്ക് എനിക്ക് C+ റൈറ്റിങ്ങിന് കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് UK സ്കോർ കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ശേഷം എനിക്ക് മുന്നോട്ടുള്ള ഓപ്ഷൻ അയർലൻഡ് ഓർ UK ആയിരുന്നു. അങ്ങനെ CBT എഴുതാൻ വേണ്ടി നാട്ടിൽ വന്നു. ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത് ഉടമ്പടി എടുക്കാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഓഗസ്റ്റ് 5 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ തന്നെ നിയോഗമായിട്ട് വെച്ചത് എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്നാണ്. എനിക്ക് അയർലൻഡിലാണോ UK ആണോ എന്നൊന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ എനിക്ക് ജനുവരിയിൽ ജോലി ലഭിച്ചു. ജോലി അന്നേരം ഒന്നും കിട്ടുന്ന അവസരമല്ലായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം UK ആൻഡ് അയർലൻഡ് ഈ 2025 സമയത്ത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്ത ടൈമാണ്. ഒന്നും തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് നേഴ്സിംഗ് ഹോമിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂവിനാണെങ്കിൽ 8 പേരുണ്ടായിരുന്നതിൽ ആകെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി ലഭിച്ചു. പിന്നീടുള്ള കടമ്പ ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കി പോലെ തന്നെ 14 സ്റ്റേഷനുള്ള ഇതാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും എനിക്ക് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. എനിക്ക് പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ആരെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടിക്കൽ എക്സാം കടന്നു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വിജയശതമാനം വളരെ കുറവാണ്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് മെയ് 17-18 പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്കുകൾ വളരെ കൂടുതലാണ്. രജിസ്ട്രേഷനൊക്കെ കിട്ടാൻ പലർക്കും 1 മാസമൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റെഡിയാവുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നഴ്സായിട്ട് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. ജോലിക്ക് കയറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളാണ് അവിടെ അനുഭവിച്ചത്. പെട്ടെന്നുള്ള ചേഞ്ചും അവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് മാതാവിൻ്റെ ഉപ്പ് പോക്കറ്റിലിട്ടിട്ടാണ്. എനിക്ക് അത്രയും ബലമാണ് ഉപ്പ് കൊണ്ട് പോകുമ്പോൾ. മാതാവും കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് എനിക്കപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്നും കയറുമ്പോൾ വിശ്വാസവും പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറുക. അത്രയും ടെൻഷനോട് കൂടിയാണ് ജോലിക്ക് പോകുന്നത്. ഈശോയെ എൻ്റെ വലതുവശത്തും മാതാവ് എൻ്റെ ഇടതുവശത്തും ഉണ്ടാകണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം പല ബുദ്ധിമുട്ടുകളും ജോലിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും മാതാവാണ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. പിന്നീടുള്ള എൻ്റെ കടമ്പ എന്ന് പറഞ്ഞാൽ ഫാമിലി വിസയ്ക്ക് വെക്കണം, അതിന് മുന്നേ വീട് റെഡിയാക്കണം എന്നായിരുന്നു. എനിക്ക് ജോലി കിട്ടിയത് ഡബ്ലിൻ എന്നുള്ള സിറ്റി ഏരിയയാണ്. അവിടെ ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. റെൻറ്റിന് തന്നെ വീട് കിട്ടാൻ വളരെ പാടാണ്. അതും ഭയങ്കര പൈസയാണ്. നമ്മൾ ഒത്തിരി രൂപ കൊടുക്കണം. അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് എനിക്ക് ജോലി. അപ്പോൾ അടുത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ പല വീടുകളും പോയി കണ്ടു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാൻ ഞാൻ മറന്നു പോകും. അങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ പല വീടുകളും കണ്ടു. അങ്ങനെ അവസാനം ഒരു വീട്ടിൽ
ഒരു ചേട്ടൻ്റെ ഹെൽപ്പോട് കൂടി ഒരു വീട് കിട്ടി. അതും വളരെ അടുത്ത്, ഒരു 5-6 ബസ് സ്റ്റോപ്പ് മാത്രം ദൂരമുള്ളിടത്ത്, അതും വളരെ റെൻറ്റ് കുറവുള്ള എനിക്കൊരു വീട് റെൻറ്റിന് ലഭിച്ചു. അത് മാതാവിൻ്റെ സഹായം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി വിസയ്ക്ക് വെച്ചിട്ടും പല കാരണത്താൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നീട് പലരും കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും എൻ്റേത് വരാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. അന്നേരമാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, എനിക്ക് വന്ന് സാക്ഷ്യം പറയാനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് പിന്നീട് വരുമ്പോൾ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ശക്തമായ തോന്നൽ മാതാവ് തോന്നിച്ചു, സാക്ഷ്യപ്പെടുത്തണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള തോന്നൽ. അപ്പം വിസ വരുന്ന സമയത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിസ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അപ്പം ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാം, വിസ റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല, വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തി പൊക്കോളാം എന്ന് വിചാരിച്ചു. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവെ പോകുമ്പോൾ ഒന്നിച്ചു പോകാനുള്ള അവസരം ഒരുക്കണേ, ഇനി പിള്ളേരെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരരുതെന്ന്. അങ്ങനെ എൻ്റെ പോരുമ്പോൾ ഞാൻ എന്ത് പറ്റും എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നെങ്കിലും ഈ 3-ാം തീയതി ഫാമിലി വിസ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഈ 19-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇത്രയും സഹായങ്ങൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും, ധ്യാനം എല്ലാം സ്റ്റാറ്റസ് ഇടും. പിന്നെ മെയിനായിട്ട് പത്രങ്ങൾ ഇവിടെ ഞാൻ ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു പ്രാവശ്യം മമ്മിയെ കൊണ്ട് പത്രങ്ങൾ മേടിപ്പിച്ച് എല്ലാ പ്രാവശ്യവും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ നാട്ടിലുള്ള സമയങ്ങളിൽ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് അവിടെ പോയി നിന്ന് അവർക്ക് വിളമ്പി കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ മമ്മിയോ അല്ലെങ്കിൽ ഫാദറിലോ ഏൽപ്പിച്ചിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കാറുണ്ട്. കുമ്പസാരം ആണെങ്കിലും ഞാൻ എല്ലായ്പ്പോഴും ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ മലയാളം കുർബാനയുള്ള സ്ഥലം തപ്പിപ്പിടിച്ച് പോകും. തണുപ്പുള്ളതാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ മടിയാണ്. പക്ഷേ മൈനസൊക്കെ വന്ന് കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ അത്രത്തോളം തണുപ്പാണെങ്കിലും എനിക്ക് പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പോയി കുർബാന കൂടാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് പുള്ളി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ദിനൂപ്. ഞാൻ ഉടമ്പടി എടുത്തത് 13/10/2022 ഞങ്ങൾ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് തൊണ്ടത്തങ്ങട് വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ, മെയിലാണ് ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കിയിരുന്നു. അപ്പോൾ അതിലൊരു നിയോഗമായി വെച്ചത് ഫാമിലിയുമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ നഴ്സായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും മക്കൾ ഇവിടെയുമാണ്. അപ്പോൾ ഞങ്ങളൊരു നിയോഗം അങ്ങനെ വെച്ചു. പക്ഷെ അത് ഏത് വഴിയോടെ കൂടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ നിയോഗം വെച്ചിട്ട് പോയി. അങ്ങനെ ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞ് പോയപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിള്ളേരെ വിട്ടു പോകുന്നതിനുള്ള സങ്കടം ഭയങ്കരമായിരുന്നു. എല്ലാ പ്രാവശ്യവും ഉണ്ടെങ്കിലും അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ മാറും. ഇപ്രാവശ്യമാണെങ്കിൽ അത് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ട് എൻ്റെ അനുജത്തി അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ എന്നോട് ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ അവിടെ, അവൾ ഫാമിലിയുമായിട്ടാണ് താമസിക്കുന്നത്, അപ്പം അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ഡയറക്റ്റായിട്ടൊന്നും പറ്റില്ല, നീ ഞാൻ വന്ന ഏജൻസിയിലൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ നിലവിൽ വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അവളുടെ നഴ്സിംഗ് ഹോമിൽ അവളുടെ HR വരികയും അവൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ എൻ്റെ കാര്യമാണ് ഫസ്റ്റ് അവൾ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് മെയിൽ ഐ ഡി തരാം, ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബയോഡേറ്റ സെൻഡ് ചെയ്തു. ഒരു റിപ്ലൈയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ 1 മാസം അങ്ങനെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള മറുപടിയായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ ഒന്ന് സെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾക്കറിയാം ഹസ്ബൻഡ് നേഴ്സിംഗ് എയ്ഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിലവിടെ അക്സെപ്റ്റബിൾ അല്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ചിരുന്നു, ഏജൻസിയിൽ അതൊരു അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞത് കാരണം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്യാൻ ഞങ്ങൾക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം ഞങ്ങളത് ബയോഡേറ്റ സെൻഡ് ചെയ്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വന്നു.
വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായി. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ ഒരു മാസമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അവർ എനിക്ക് തന്നില്ല. അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതാ. അങ്ങനെ എൻ്റെ ഒരു ശല്യം സഹിക്കാതെയാണെന്ന് തോന്നുന്നു മാതാവ് 2 ദിവസത്തിനുള്ളിൽ എനിക്കും ഒരു ഇൻ്റർവ്യൂ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമായി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഒരു 1 hour എടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു 2 പേർക്കും. ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ അവർ പറഞ്ഞു 2 പേരും പാസ്സായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാതാവ് ഓടി നടന്ന എല്ലാ കാര്യം ചെയ്ത പോലെയാണ്. ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ, പിറ്റേ ദിവസം കോൺട്രാക്റ്റ്, പിന്നെ ഞങ്ങൾക്ക് ഒരു 8-10 ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് റെഡിയായി. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ അതും 2 മാസം, എല്ലാത്തിനും ഞങ്ങൾക്കൊരു 2 മാസം അതിൽ പിടിച്ചുള്ളൂ. വർക്ക് പെർമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളോട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ഡയറക്റ്റ് ആയത് കാരണം ആ ഒരു സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനുള്ള ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒത്തിരി തവണ ഞങ്ങൾ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇത് യേശുവിന് വേണ്ടായിരിക്കും, യേശു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങളത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ബൈബിളിൽ കൂടെയാണ് എപ്പോഴും ഞാൻ യേശുവിനോട് സംസാരിക്കാറ്. എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞു തരാറ്. അന്ന് എനിക്ക് കിട്ടിയ വചനമെന്ന് പറഞ്ഞാൽ ഏഷ്യ 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും, ഞാൻ അടച്ചാൽ ആരും തുറക്കുകയോ ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ഇല്ല എന്നുള്ളത്. അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറയുന്ന ഈ വചനം തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഈശോ പറയുന്നത്, അതെല്ലാം ശരിയാവുമെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ബൈബിൾ എടുക്കുമ്പോൾ 3 എന്നുള്ള ഒരു സംഖ്യ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് 13, പിന്നെ ഈ വർക്ക് പെർമിറ്റിൻ്റെ അത് വന്ന് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് 3 എന്നുള്ളതായിരുന്നു. പക്ഷേ 3 എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഞങ്ങൾക്ക്, എനിക്കറിയില്ല, മാതാവ് ആരോ ശരിയാക്കി അയർലൻഡിൽ എൻ്റെ അനിയത്തിയുടെ തന്നെ ഒരു ഫ്രണ്ടിനെ റെഡിയാക്കി ഞങ്ങൾക്കത് വർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റി. അതൊരു 3-ാം തീയതി 12 മണിക്ക് ഒരു 11:55 രാത്രി 11:55 ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്ന്. ഇവിടെ നവംബർ ലാസ്റ്റിലായിരുന്നു, 2025 നവംബർ ലാസ്റ്റിലാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സ്ലോട്ടൊന്നും അവൈലബിൾ അല്ല, ഡിസംബർ 15 ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കറിയില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് മാതാവ് തന്നെ വേഗം 2 ദിവസത്തിൽ ഇത് നവംബർ 26 ഞങ്ങൾക്ക് വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടി. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴും ഞങ്ങളോട് പറഞ്ഞത് ഡിസംബറിൽ ലീവാണ്, പിന്നെ കുറേ ലീവ് വരുന്നുണ്ട്, അപ്പോൾ ഒത്തിരിയേറെ താമസിക്കും, ജാനുവരി ന്യൂ ഇയർ ആണ്, അതും താമസിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ജാനുവരി 23, അതും എനിക്ക് 23-ാം തീയതിയാണ് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടിയത്. ഹസ്ബൻഡിന് 3-ാം തീയതിയാണ്, ഫെബ്രുവരി 3-ാം തീയതിയാണ് വിസ കൈ കിട്ടിയത്. ഒക്കെ എനിക്ക് 3 എന്ന് പറഞ്ഞൊരു സംഖ്യയിലായിരുന്നു. മാതാവ് ശരിക്കും ഇതിൽ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്, മാതാവിനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റ് ഈ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ 20-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും 1000 നന്ദി, കൊടാനുകൂടി നന്ദി. ഒത്തിരിയേറെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. ഇതെനിക്കൊരു ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായതോടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താതെ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, എനിക്ക് അബുദാബിയിൽ വെച്ച് ഞാൻ പത്രം കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോടും പിന്നെ പള്ളികളിലുമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അല്ലാതെ കാരുണ്യപ്രവൃത്തി എനിക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാറില്ല. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാലയുണ്ട്, അഖണ്ഡ ജപമാല കൂടുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അങ്ങനെ ആത്മീയപരമായി ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ശ്രദ്ധ ചെലുത്തി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം വീടുകൾ തോറുമാണ് കയറി ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ ഒരു മരിയൻ ചാരിറ്റബിൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും പോയി
പറ്റുന്നത് ഇതിലൊക്കെ ഞാൻ പോകുമായിരുന്നു. പോയി അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശു തിരുക്കുമാരനും കൊടാനുകൂടി ഞാൻ നന്ദി പറയും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എൻ്റെ കുടുംബത്തെയും എന്നെ ഉയർത്തിയതിനോർത്ത് ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിബിത. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നിരുന്നാലും ഞാൻ ജപമാലകളും വിശുദ്ധ കുർബാനയും മുടങ്ങാതെ കൂടാറുണ്ട്. ഞാൻ UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു 6 ഇയേഴ്സായി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കൺട്രീസും റിസർച്ച് ചെയ്തു. പക്ഷേ എല്ലാം ഫൈനൽ സ്റ്റേജിലെത്തും. പക്ഷേ ഫെയിലിയർ ആയിരുന്നു എല്ലാം. അങ്ങനെ ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയെ കുറിച്ചൊരു ചോയ്സ് വന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം എഴുതി. ക്യാപ്സ് എക്സാം ആയിരുന്നു. എക്സാം എഴുതി, ഇംഗ്ലീഷ് എക്സാമും ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്തും ഇതുപോലെ കുറേ മെയിലുകളും കുറേ സ്പോൺസേഴ്സിനെയും റിക്രൂട്ടേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ അവസാനം ഫൈനൽ സ്റ്റേജിലെത്തും. പക്ഷേ അത് റിജക്ഷൻ ആയിരിക്കും. അങ്ങനെ നവംബർ 2024 ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് എനിക്ക് UAE ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ എനിക്ക് സാലറി 5 months ഡിലേ ആയിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന നടക്കുമായിരുന്നു. അപ്പം ഞാൻ കേൾക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതായിരുന്നു കേട്ടോണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കുടുകുടാ കണ്ണുനീര് വരുമായിരുന്നു. അപ്പം ഈശോയുടെ സ്നേഹം ഇങ്ങനെ അലഞ്ഞു വരുമായിരുന്നു. അങ്ങനെ ഞാനിവിടുന്ന് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ UAE വിത്തിൻ 2 weeks എൻ്റെ 5 months സാലറി ഒരുമിച്ച് കിട്ടിയായിരുന്നു. എന്നും പിന്നെ മാതാവിനോട് ഇന്നും പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ വിമലഹൃദ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടി അവസരമുണ്ട്, നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്തു. അത് എൻ്റെ മെയിൻ നിയോഗം ഇതുപോലെ ഓസ്ട്രേലിയയിൽ മൂവ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഫാമിലി ആയിട്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പം അവരെ വിട്ടിട്ട് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുവാണ്. ഈ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ 33 എന്ന് കേൾക്കുന്നു, 33 കേൾക്കുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ സാക്ഷ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ 33 ഡേയ്സിനകം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാണും എന്നറിയാം. അപ്പം ഞാൻ 33 ഡേ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നില്ല. പക്ഷേ എനിക്ക് മുമ്പായിട്ടൊരു ദൂതനെ ദൈവം അയച്ചു. എനിക്ക് വേണ്ടി ഒരു ദൂതൻ ചെന്ന് ഒരു സ്പോൺസറിൻ്റെ കോണ്ടാക്റ്റ് വന്നു. ആ ഒരു ഫ്രണ്ട് എംപ്ലോയറിനോട് സംസാരിക്കുകയും എന്നെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ബ്രീഫ് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എൻ്റെ എംപ്ലോയർ ഒരിക്കലും ഒരു മലയാളിയെ എടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുവാണ്, നമ്മുടെ അച്ഛനൊക്കെ സ്വപ്നം കാണുവാണ്, ജോസഫിൻ്റെ സ്വപ്നം കാണുവാണ്. അച്ഛൻ പറയുകയാണ്, മോളെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിൻ്റെ നാവിൽ മാതാവിൻ്റെ ഒരു തുള്ളി തേൻ മതി, ആരൊക്കെ നിന്നെ വിഷമിച്ചാലും അത് മധുരമാക്കി മാറ്റി തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞാൻ എന്നും എൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി ഞാൻ എന്നും തേൻ നാവിലെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് സെയിം എംപ്ലോയർ എന്നെ വിളിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രൊഫൈൽ നോക്കി, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഒരു 12 o'clock ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 ആയപ്പം 1 മണിയായപ്പം എംപ്ലോയർ വിളിക്കുക. ഓസ്ട്രേലിയയിലെ ടൈമിൽ അപ്പം മോർണിംഗാണ്. അപ്പം അവർ വിളിക്കുകയാണ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്, നീ ഇൻ്റർവ്യൂവിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു 200 പേജ് നോട്ട്ബുക്കിൽ ഫുൾ ചാറ്റ് GPT ഒക്കെ നോക്കി ഇൻ്റർവ്യൂവിനെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷേ ഞാനൊന്നും വായിച്ചതുപോലും ഇല്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥനകളും ജപമാലകളും പ്രസംഗങ്ങളും ഉടമ്പടി ധ്യാനം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഇനി 1 മണിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്ത് ഇപ്പം പഠിക്കുന്നത്, ഇപ്പം സാർ ചോദിക്കുവാണെങ്കിൽ എന്ത് ഞാൻ ഇപ്പോൾ പറയുക. അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. കോൾ ചെയ്യായിരുന്നു, വീഡിയോ കോൾ പോലും അല്ലായിരുന്നു, വെറുതെ കോൾ ചെയ്തു. കോൾ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്?
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, നീ ക്രിസ്ത്യനാണോ? അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്ത്യനാണ്. നീ ക്രിസ്ത്യൻസിൽ എന്തെല്ലാം പ്രാക്ടീസസ് ആണ് ചെയ്യുന്നത്? ഹോളി മാസ്, ഹോളി റോസറി ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാറുണ്ട്. ഓക്കെ, യു ആർ സെലക്റ്റഡ്. ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒരു ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞ കൺട്രിയിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ പല പല സബ്ജക്ട്സ്, പല പല സിനാരിയോസ്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരാമെങ്കിലും പരിശുദ്ധമ്മ എന്നെ ലൈറ്റ് വെയ്റ്റിംഗ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഈ 2 കാര്യങ്ങളിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അമ്മയുടെ അടയാളമായിട്ട് ആ ഇൻ്റർവ്യൂ സമയത്ത് ആ എംപ്ലോയർ ഒരു മലയാളിയോട് സംസാരിക്കുകയാണ്. ആ മലയാളി എന്നോട് പറയുന്നു, നസ്രത്ത് കോളേജ് ഓഫ് ഫാർമസി എന്നാണ് പുള്ളിക്കാരി പഠിച്ചതെന്ന്. പക്ഷേ നസ്രത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ സൗണ്ടും കേട്ടപ്പോൾ ആ 2:30 സമയത്ത് എനിക്ക് വന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ്. ആ ഒരു അടയാളം അമ്മ എനിക്ക് കാണിച്ചു തന്നു, നസ്രത്ത് എന്നുള്ളൊരു വേർഡ്. അതിൽ ഞാൻ എല്ലാം വീണുപോയി. ഞാൻ കരഞ്ഞു, നല്ലതായിട്ട് കരഞ്ഞു. എനിക്ക് ഒത്തിരി വിഷമമായി, സങ്കടമായി, എല്ലാം സന്തോഷം കൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സിങ്ങിൽ വിട്ടു. വിസ പ്രോസസ്സിങ്ങിൽ ദൈവം അനുഗ്രഹിച്ചെല്ലാം ഓക്കെ ആയിട്ട് ഡിസംബർ 17-ന് 7 എന്നുള്ള അമ്മയുടെ അടയാളത്തിൻ്റെ നമ്പറായിട്ട് എനിക്ക് വിസ ഗ്രാൻഡായിട്ട് കിട്ടി. അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവർക്കും വിസ ഗ്രാൻഡായി. അങ്ങനെ ഞങ്ങൾ അടുത്ത മാസത്തേനും പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് അൾത്താരയെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ എൻ്റെ റിലേറ്റീവ്സിനോട് പറയത്തുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആത്മീയ തലത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞു റോസറി ഗ്രൂപ്പുണ്ട്. ഞാൻ എല്ലാവരെയും കൊണ്ടും ഒരു റോസറി പോലും എത്തിക്കാൻ പറ്റാത്തവരോടെ കൊണ്ട് ഞങ്ങൾ റോസറി ചെല്ലിക്കുന്നുണ്ട്. റോസറി ചെല്ലാൻ വേണ്ടി ഇങ്ങനെ പ്രചോദനം കൊടുക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയോടുള്ള അമിതമായ സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട്. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, അഗാധമായി സ്നേഹിക്കാൻ എന്നെ ഉടമ്പടിയിൽ എത്തിച്ചു. ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ളൊരു ഉത്തരക്കടലാസാണ്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പറയണം, എന്തെല്ലാം ഉടമ്പടി ജീവിതത്തിലായിരിക്കണമെന്നെല്ലാം അച്ഛൻ പറഞ്ഞു തരുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള അനുഗ്രഹം കിട്ടി. ഞാനൊരു തവണ ആലോചിച്ചു, റോസറി ഗ്രൂപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജപമാല ചെല്ലിയാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ പിറ്റേ ആ ചൊവ്വാഴ്ച അച്ഛൻ പറയുന്നത് ജപമാലയോളം ശക്തി വേറൊന്നിനുമില്ല. അങ്ങനെ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എനിക്ക് വീണ്ടും ഉത്തരം കിട്ടി. ജപമാലയാണ് ഏറ്റവും വലുത്. അപ്പോൾ ജപമാല തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആത്മീയതലത്തിൽ ഒരുപാട് എനിക്ക് മുന്നേറാൻ പറ്റി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുന്നതായിരുന്നു. അപ്പോൾ ആ പത്രം ഞാൻ ഫാർമസിയിൽ വരുന്ന പേഷ്യൻസിനെല്ലാം നല്ലൊരു പേഷ്യൻ്റ് കൗൺസിലിങ്ങും അവരുടെ അസുഖങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവർക്ക് ആ പത്രം അവർക്ക് അസുഖം മാത്രമല്ല അവരുടെ ഭൗതിക തലത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമതകളുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കൊരു ആശ്വാസമായിട്ട് ഞാൻ ഈ അമ്മ മാതാവിനെ പറഞ്ഞു കൊടുക്കുകയും അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പം ഞാനത് ഒരിക്കലും നിരസിക്കാതെ ഞാൻ എന്നെപ്പറ്റി എനിക്ക് പറ്റുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തുമായിരുന്നു. പിന്നെ യു എ എന്ന് പറഞ്ഞ കൺട്രി അനുസരിച്ച് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളിൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ ഈ സാക്ഷ്യത്തെ പൂർണ്ണമായി ഈശോയ്ക്കും മാതാവിനും സമർപ്പിക്കുന്നു. തന്നെ ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോട് 1000 കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് അപർണ, ഇതെൻ്റെ അമ്മ സുജ, ഇതെൻ്റെ ചേച്ചി അഞ്ജലി, ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ പിള്ളേർ. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ആദ്യം ഞങ്ങൾ പാറേപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ പത്രമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ പത്രം വായിച്ചപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ ഉടമ്പടി എടുക്കാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് പള്ളി വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മേ പോകാം. അപ്പം ലാസ്റ്റത്തെ ചോയ്സായിരുന്നു ഞങ്ങൾക്കത്. കാരണം ഞങ്ങൾ ഭവനമില്ലാതെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഒത്തിരി അനേകം സഹനങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടതാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പം അമ്മ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ലാസ്റ്റായിരുന്നു എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ 2022 ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന മഠത്തിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭവനം നൽകാമെന്ന്. അപ്പോൾ അത് ഒത്തിരി അധികം നന്ദി ഞാൻ അമ്മ മാതാവിനോട് പറയുകയാണ്. 12 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭവനം നൽകിയത്. അത് ഒത്തിരി അധികം ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ അമ്മയോട്. പിന്നെ
ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം, ഡെലിവറി സമയം ഓപ്പറേഷനും ഒക്കെ പറഞ്ഞതാണ് എന്നോട്. അപ്പോൾ എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കണം എന്നതായിരുന്നു എൻ്റെ വലിയൊരാഗ്രഹം. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. 7:46 പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദന ഞാൻ അറിയുന്നില്ല, ഞാൻ എന്ന് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഞാൻ മാതാവേന്ന് വിളിച്ചതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനാണ്. ഞാൻ ഈ സമയം വരെ എനിക്കത് ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമാണ്. വേദനയില്ലാതെ ഇപ്പോഴും എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചു. എൻ്റെ അമ്മമാരുടെ കാരുണ്യത്തിന് എനിക്ക് ഒത്തിരി അധികം നന്ദിയുണ്ട്. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ രാവിലെ കുഞ്ഞിന് മഞ്ഞ കളർ കൂടി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യില്ല, നേഴ്സറി വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനും ഒന്നും പറ്റുകയില്ല. അപ്പം ഞാൻ ഒത്തിരി അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടി. കൃത്യം 2 മണിയായപ്പോൾ ഞങ്ങൾ ആ നേഴ്സറി ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മിഷൻ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിന് മഞ്ഞ കളറില്ല. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ഒക്കെ നൽകിയതിനൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയാണ്. പിന്നെ കുഞ്ഞിന് 1.5 വയസ്സായപ്പോഴത്തേക്കിനും ശ്വാസം മുട്ടൽ കൂടി. ഞാൻ രാവിലെ പാമ്പാടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്തേ പറ്റും. അപ്പം ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പോകും, വീട്ടിലെങ്ങനെ പോകും, ഇവിടെ നിന്നുള്ള മരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനും കുഞ്ഞും ഒരു ഫോണും മാത്രം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ വിളിച്ച് വരുത്തിയിരുത്തിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് മരിയൻ ഉടമ്പടി പത്രവും ഉപ്പും കൊന്തയും എടുത്തുകൊണ്ട് ചെന്നിട്ട് ഞാൻ 3 മണി തൊട്ട് രാവിലെ അച്ഛൻ്റെ പ്രസംഗവും കേട്ട് പ്രാർത്ഥനയും കേട്ട് വൈകിട്ട് മരിയൻ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥനയും കേട്ട് എനിക്ക് അപ്പോൾ കിട്ടിയൊരു ധൈര്യത്തിൽ ഞാൻ നേഴ്സുമാരോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ പനിയൊക്കെ കൂടി നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഡിസ്ചാർജ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ആ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതിപ്പിച്ചു, ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല, ഹോസ്പിറ്റലുകാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, സ്വന്തം അമ്മയുടെ പ്രകാരം കുഞ്ഞിനെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയി വൈകിട്ട് പ്രാർത്ഥിച്ചു. വൈകിട്ട് പ്രാർത്ഥന എല്ലാം കേട്ടു. അച്ഛൻ്റെ പ്രസംഗമെല്ലാം ഞാൻ രാത്രിയിലെല്ലാം കേട്ടു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കുട്ടികളുടെ ആശുപത്രി ESAയിൽ ഞാൻ കോട്ടയത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ നോക്കിപ്പോയി യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടലെല്ലാം കൂടി അണുക്കളെല്ലാം കൂടി അഡ്മിറ്റ് ചെയ്തതാണ്. അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്താ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ 2 ഡോക്ടർമാർ വേറെ എക്സ്ട്രാ വന്നിട്ട് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും പറഞ്ഞു യാതൊരുവിധ കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ല, അവൾ ആരോഗ്യവതിയാണെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടലില്ല. ഇന്നലെ മിനിഞ്ഞാന്നും ഇതുപോലെ ശ്വാസം മുട്ടൽ കൂടിയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് ഒത്തിരി അധികം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണ് ഈ കുഞ്ഞ്. മാതാവിന് ഇവിടെ വന്ന് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു. അത് തൊട്ട് ഈ സമയം വരെ എൻ്റെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നവും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനടുത്ത് ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഞ്ജലി. അമ്മ മാതാവിനും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവിക് ക്യാൻസറിൻ്റെ ആയിരിക്കും, അല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ അത് സെർവിക് ക്യാൻസറിൻ്റെ തന്നെയായിരിക്കും. ഞാൻ അവിടുന്ന് പാലാ ഹോസ്പിറ്റലിൽ വന്നു. ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, സെർവിക് ക്യാൻസറിൻ്റെ അല്ലാതെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാൻ ഒരു കാരണവുമില്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് ക്യാൻസറിൻ്റെ ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി 15 ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് വരത്തുള്ളൂ. ഞാനപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കഴിക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് കഴലവീക്കം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞു കഴലവീക്കമാണ് കുഞ്ഞിനുള്ളത്. ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഇൻഫെക്ഷൻ എല്ലാ ശരീരത്തിൽ കൂടുതലാണ്. ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊക്കെ വരുള്ളൂ, അല്ലാതെ വേറൊരു അസുഖത്തിനും കഴലവീക്കം വരാറില്ല എന്ന് പറഞ്ഞു. ടെസ്റ്റുകൾ നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടർമാർക്കൊന്നും തന്നെ മനസ്സിലായില്ല. കോട്ടയം ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു അവർക്ക് സംശയം ക്യാൻസറിൻ്റെ സെല്ലുകൾ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ RCCയിലോട്ട് പൊക്കോ. RCC ചെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നോക്കാം എന്താണ് കുഞ്ഞിനുള്ളതെന്ന്. RCC ചെന്നു. ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു 15% കുഞ്ഞിൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് നടത്തണം. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ കയറി കിടന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്ന് ഫസ്റ്റ് അന്നൊരു റിസൾട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അന്ന് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതല്ലേ ഉള്ളൂ. എനിക്കറിയത്തില്ല അന്നൊരു റിസൾട്ട് കിട്ടുമോ എന്ന്. പക്ഷെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മണിയാകുമ്പോഴത്തേനും ഡോക്ടറിനെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഡോക്ടറിനെ കാണാനായിട്ട് റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച സെല്ലുകൾ അത് ക്യാൻസറിൻ്റെ സെല്ലുകളല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബയോപ്സി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ ആദ്യത്തെ ടെസ്റ്റ് നടത്തിയപ്പം ക്യാൻസറിൻ്റെ സെല്ലുകളല്ലെന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ ഡോക്ടർമാർ തന്നെ വേണ്ടാന്ന് വെച്ചു. ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് കുഞ്ഞ് പറയുന്നുണ്ട് ബോൺമാരോ ടെസ്റ്റ് നടത്താൻ അവനെ മയക്കി കിടത്തിയിട്ടാണല്ലോ ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി കയറി ചെന്നു. ഇപ്പം പിറ്റേ ദിവസം റൂമിൽ വന്നിട്ട് മാതാവിൻ്റെ രൂപം കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ് ഈ അമ്മയാണ് എന്നെ കുത്തിയത്, അമ്മ എന്തിനാ എന്നെ കുത്തിയത്, അമ്മ അടി കൊള്ളൂന്ന് പറഞ്ഞു. അപ്പം ഇവൻ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോൾ അവൻ ഫോട്ടോ നോക്കിയാണ് സംസാരിക്കുന്നത്. അമ്മേ യേശുവാണ് എന്നെ കുത്തിയത്, യേശുവാണ് എന്നെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തിയതെന്ന് പറഞ്ഞു. എപ്പോൾ അമ്മ മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും അവൻ പറയും അമ്മ എന്നെ കുത്തിയത്, അമ്മ മാതാവാണ് എന്നെ കുത്തിയെന്ന് പറയും. ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു അമ്മയാണ് എന്നെ കുത്തിയതെന്ന് പറഞ്ഞു. എവിടെയാണ് കുത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ്റെ ബോൺമാരോ ടെസ്റ്റ് നടത്തുന്ന നട്ടലിൻ്റെ എവിടെയാണ് കുത്തിയെന്ന് അവൻ കാണിച്ചു തരും. അത് കഴിഞ്ഞ് ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൊച്ചിന് ക്യാൻസറിൻ്റെ സെല്ലുകളൊന്നുമില്ല. അപ്പോൾ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത്, അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു കുഞ്ഞിന് അങ്ങനെ ക്യാൻസറിൻ്റെ സെല്ലുകൾ തന്നെയാണെന്ന് പറഞ്ഞു. ആ ബ്ലഡ് ഒന്നും കൂടെ വന്ന് നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കോട്ടയം ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിൻ്റെ സ്ലൈഡ് മേടിച്ച് RCCയിൽ കൊണ്ട് നടത്തി. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അണുക്കൾ പോലും കൊച്ചിൻ്റെ ശരീരത്തില്ല. അന്ന് പക്ഷേ കോട്ടയംകാർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് അണുക്കളുണ്ട്. ആ ബ്ലഡിനകത്ത് RCCക്കാർ ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു അണുക്കൾ എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തില്ല. ഡോക്ടർമാർക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി. അവർ ക്യാൻസറിൻ്റെ മരുന്ന് കൊച്ചിന് സ്റ്റാർട്ട് വരെ ചെയ്തു. എന്നിട്ട് അത് നിർത്തി. ലാസ്റ്റ് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ്റെ ആണ്. കൊച്ചിന് കഴലവീക്കങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷേ മാതാവ് ഇത്ര അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അമ്മ മാതാവിനും തിരുകുമാരും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 12-ാം തീയതിയാണ്. എനിക്ക് മാതാവിൻ്റെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ആദ്യമേ മുതൽ തന്നെ ലഭിച്ചു തുടങ്ങിയത്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചേട്ടൻ ഇപ്പം ഇല്ല. ചേട്ടൻ്റെ ഒരു കാറുണ്ടായിരുന്നു. കാറ് നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു 2-3 മാസത്തോളം കാലം ഫേസ്ബുക്കിലും OLXിലും അതിൻ്റെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1-2 പേര് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടത്ര വിചാരിച്ച എമൗണ്ടൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ജാനുവരി 8-ാം തീയതി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിയോഗത്തിലും വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കാറിൽ 3 തവണയും ഇട്ടു. അതിനുശേഷം കൃത്യം പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ കൃപയാൽ ഒരാൾ വിളിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും വില തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ ചേട്ടൻ പോയതിനു ശേഷം അമ്മ ജോലിക്ക് പോകാൻ പറ്റിയില്ല. 45 ദിവസം കൊണ്ട് അമ്മ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ ജോലി നഷ്ടമായി. അതിനുശേഷം കൃപാസനത്തൊന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് 3-ൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് 2 സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും എൻ്റെ ഈശോ അപ്പൻ്റെയും ശക്തി കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വളരെ വലിയ കൃപ തന്നെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ അനുഗ്രഹം, വീട്ടിൽ നിരന്തരം ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടിക്കൂടി വരികയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റാകം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് പോലും ഇഴജന്തുക്കൾ പോലും വീട്ടിൽ ഇപ്പോൾ വരുന്നില്ല. അത് അമ്മയുടെ മാത്രം കൃപ കൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരാനും കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി.
ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ, ജോലിക്ക് പോവാൻ നിന്നപ്പോൾ എന്നെ ഒരു ആട്ടോയിൽ ഒരമ്മയും ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു. അമ്മ തോളിലിട്ടയക്കുന്നു മോനെ. ഞാൻ അങ്ങനെ എന്നെ ആട്ടോയിൽ കയറാൻ പറഞ്ഞ് ഞാൻ കയറി. അത് ഇവിടെ 25-ാം തീയതി റാലിയിലെ 3-ൻ്റെ അന്നാണ്. ഞാൻ കയറി. എന്നെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി, ഒരു പള്ളിയിലെ നടയെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഞാൻ ചോദിച്ച്, എന്നെ ഇവിടെ ഇറക്കണം എന്തിന്, എനിക്ക് എങ്ങും അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞു, നീ ആരുടെയെങ്കിലും ചോദിര്. അപ്പോൾ ആ അമ്മ മോനെ തോളിൽ തന്നെ ഇട്ടേക്കണം, നൂത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പേൽസിൽ നിന്ന് 10 രൂപ 20 രൂപ എടുത്ത് ഞാൻ ആട്ടോക്കാരന് കൊടുത്ത് വാങ്ങിച്ചില്ല. ഞാനങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പള്ളി. ആ പള്ളിയിൽ ഞാൻ കയറി ചെന്ന് അവിടെ തൂത്തൊക്കെ വാരിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത്തി കുളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച്. എല്ലാം കാലത്താണ് കാണണം, വെള്ളിയാഴ്ച. കുളിച്ച് ഞാൻ ഇനി വീട്ടിൽ വന്ന് 25-ൻ്റെ അന്നല്ലേ റാലിക്ക് പോവാൻ. എൻ്റെ ഉടപ്പറന്ന് അവിടെ ജോലി ചെയ്യണം സെക്യൂരിറ്റി ആയിട്ട്. അങ്ങനെ ഒരു സാരി ആ മാനേജർ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് നിൻ്റെ വീട്ടിൽ ഉടുക്കണവരൊക്കെ കൊണ്ട് കൊടു എന്ന് പറഞ്ഞ് കൊണ്ടു തന്ന്. ആ സാരിയാണ് എൻ്റെ അമ്മേരെ സാരി, സിൽവർ കളർ സാരി. എനിക്ക് കൃപാസനത്തിൽ എനിക്ക് റാലിക്ക് പോവാൻ എനിക്ക് കൊടുത്തേച്ച സാരിയാണിത്. എൻ്റെ അമ്മേരെ സാരി കണ്ട, നീല തിരിയിലെ സാരി എൻ്റെ അമ്മ കൊടുത്തേച്ച്. ഞാൻ ആ സാരി കൊടുത്തോണ്ട് റാലിക്ക് പോയി ഇനി വന്നപ്പോൾ എൻ്റെ കാല് വയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് ആരുടെയും പറയാനൊക്കില്ല. നീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നല്ല എല്ലാവരും വഴക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ആര് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയും തിരുക്കുമാരനും മാത്രമുണ്ട്, എനിക്ക് ആരും വേണ്ട, ഇതാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാല് വയ്യ, തിരിയാനും വയ്യ, ഭയങ്കര വേദനയായിരുന്നു. മാത്ര കൊണ്ട് ഞാൻ തിരിഞ്ഞു കിടന്ന്. എൻ്റെ വേദന എങ്ങോട്ട് പോയാൽ എന്തോ എനിക്ക് അറിയാൻ വയ്യ. അതങ്ങ് പോയി. പിന്നെ ഒരു സാക്ഷ്യം, ഞാൻ പച്ചത്തിരി കൊളുത്തി വെച്ച് സന്ധ്യ നേരത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവും യേശുവായിട്ട് വന്നു. ഞാൻ എൻ്റെ ഫോണിലുണ്ട്, മകൾ തീർത്ത് കാണിച്ചു കൊടു, ഫോണിലുണ്ട്. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിച്ച് 12 മണി വരെ ഞാൻ അന്ന് ഉറങ്ങൂലായിരുന്നു ആദ്യമൊക്കെ. പിന്നെയൊക്കെ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ എല്ലാം അങ്ങ് മറന്ന്. ഞാൻ പ്രാർത്ഥിക്കാനും എനിക്ക് വന്നിരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാ, വെറും കരച്ചിൽ മാത്രം. എന്താണ് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ മാസം തോറും എനിക്ക് ഒരു ദിവസം തെറ്റാതെ എനിക്ക് വരണം, പത്രം വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. എനിക്ക് ഞാൻ എല്ലാ മാസവും മരിക്കും. എൻ്റെ മോൻ മരിച്ചിട്ടാണ് 28 ദിവസമേ ഉള്ളു. എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പോയി. അപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നിനക്ക് നിൻ്റെ മോനാ ഇതാ. എനിക്ക് എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ദൈവമേ എനിക്ക് എപ്പോഴും കാണുള്ളൂ. മോൻ തിരിച്ചു വരൂല. മോൻ പോയി. ഞാൻ മാസം തോറും ഞാൻ മുടങ്ങാതെ വന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ട് തിരുകുമാരനെയും കണ്ട് എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇറക്കി വച്ചിട്ട് ഞാൻ പോവും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 12 മണി സമയം, 12 മണി കഴിയും. ഞാൻ എൻ്റെ മെഴുതിരിയിലടുത്ത് ഒരു ചെറിയ മിന്നൽ പ്രകാശം കണക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മോൻ ഫോൺ വച്ചേക്കുവാണെന്ന് അവിടെ ചാർജ് ചെയ്യാൻ. അത് വലിയ വെട്ടം, അങ്ങ് വലിയ വെട്ടമായി, അമ്പിളി അമ്മാവൻ്റെ വെട്ടമായി എൻ്റെ മേശപ്പുറത്ത്. ഞാൻ അപ്പോൾ അത്ഭുതിച്ച് കിടക്കണം. അത് അത്ഭുതം തന്നെ. ഞാൻ നോക്കിക്കണ്ട് കിടന്നപ്പോൾ അതിനകത്ത് സ്വർണ്ണ ചിത്രശലഭം വന്ന് വലിയ വെട്ടമായിട്ട് വന്ന് മാഞ്ഞു പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം. നീ പേടിക്കണ്ട, നിനക്ക് എല്ലാം ദൈവം തരും, നിന്നെ എല്ലാ ആവശ്യവും ഞാൻ നടത്തി തരും. എൻ്റെ അമ്മ ദർശനത്തിൽ വന്ന് പറഞ്ഞ്, നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാനായിലെ കല്യാണം പോലെ ഞാൻ ആക്കും നിന്നെ. എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയ്ക്കും കോടി ഞാൻ ആദ്യമായിട്ടാണ് വഴി കെടുക്കണത്. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ എനിക്ക് മോൻ മരിച്ചായിരുന്നു, എനിക്കൊരു ജോലിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ എൻ്റെ മോനും പോയി, എനിക്കൊരു ജോലിയില്ല. എൻ്റെ അമ്മ 45 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു ജോലിക്ക് 2 ജോലി എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മരണം വരെ ഞാൻ നിത്യതയിലും ഞാൻ വിശുദ്ധിയിലും ഞാൻ ജീവിക്കും. പ്രതിഷ്ഠിത പ്രവർത്തനങ്ങൾ ഞാനും അമ്മയും പത്രം വായിച്ച് ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും എല്ലാ വീടുകളിലും കയറി കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുക്കാറുള്ളത്. ഓരോ പത്രം എടുത്ത് നമ്മൾ അനുഭവങ്ങൾ പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ
മാതാവിൻ്റെ നാമത്തിൽ കൊടുക്കാറുണ്ട്. ശുശ്രൂഷയും നമ്മൾ അവിടെ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും തിരുകുമാരൻ്റെ പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ജോലിക്ക് പോകുന്ന വഴികളിൽ നിർധനരായ വയസ്സായ ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ നമ്മളെല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ച പരിശുദ്ധ അമ്മ ദേവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.